ഹായ് വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ. 3ാം ക്ലാസ്സുകാരുടെ മാത്സ് വീഡിയോ ആണ്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉള്ളവർക്കുള്ളത് സെയിം വീഡിയോ തന്നെ ഉണ്ട്. പിന്നെ ഇതോടുകൂടി മാത്സിൻ്റെ ഈ യൂണിറ്റ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇന്നത്തേതാണ്. കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, പിന്നെ അതിന് റെസ്പെക്റ്റീവായിട്ട് കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് എ 3 ഡിജിറ്റ് നമ്പർ വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദി ഡിജിറ്റ്സ് ആൻഡ് വിത്തൗട്ട് സീറോ. ഒരു 3 അക്ക സംഖ്യ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയായിരിക്കണം? വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദി ഡിജിറ്റ്, അതായത് ആവർത്തിച്ച് വരരുത് സംഖ്യകൾ, അതുപോലെ തന്നെ സീറോയും ഉണ്ടാവരുത്. അപ്പോൾ ഞാൻ 123 എഴുതി. റൈറ്റ് ദിസ് നമ്പർ ഇൻ ദി റിവേഴ്സ് ഓർഡർ. റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച്, അപ്പോൾ 3, 2, 1 എഴുതി. സബ്ട്രാക്ട് ദി സ്മോളർ നമ്പർ ഫ്രം ദി ബിഗ്ഗർ വൺ. ഈ രണ്ട് സംഖ്യയിൽ വലുത് ഏതാ? 321. അതിന് 123 കുറച്ചു, അപ്പോൾ നമുക്ക് 198 കിട്ടി. റൈറ്റ് ദി ആൻസർ യു ഗോട്ട്. നമുക്ക് എന്നിട്ട് കിട്ടി 198 അല്ലേ. ഇതിന് റിവേഴ്സ് ഓർഡറിൽ ഇത് 891. ആഡ് ദിസ് റിവേഴ്സ്ഡ് നമ്പർ ടു ദി അബോവ് നമ്പർ. എന്നിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1089. ട്രൈ ടു റൈറ്റ് ദി ലെറ്റേഴ്സ് അക്കോർഡിംഗ് ടു ദ ഡിജിറ്റ്സ് ഓഫ് ദി ലാസ്റ്റ് നമ്പർ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ കിട്ടിയ 1089 അനുസരിച്ച് ലെറ്റേഴ്സ് എടുത്ത് എഴുതുക. അപ്പോൾ 1ൻ്റെ ഇവിടെ L, 0ൻ്റെ അവിടെ O, 8ന് V, 9ന് E. അപ്പോൾ ലവ് എന്നുള്ളതാണ് നമുക്ക് എഴുതാൻ കിട്ടുക. അപ്പോൾ ഇത് ഏത് സംഖ്യകൾ എടുത്ത് നോക്കിയാൽ ഇതുപോലെ തന്നെ കിട്ടും. മറ്റു സംഖ്യകൾ എടുത്തിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി മലയാളം മീഡിയം ഉള്ളവർക്ക് ഇങ്ങനെയാണ് കേട്ടോ. സമാധാനം എന്നുള്ളൊരു വേർഡാണ് ഇങ്ങനെ ചെയ്താൽ കിട്ടുക. അപ്പോൾ നോക്കാം. 0 വരാത്തതും സംഖ്യകൾ ആവർത്തിക്കാതെ ഒരു 3 അക്ക സംഖ്യ. അപ്പോൾ ഞാൻ 2 ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും സെയിം സംഖ്യകൾ തന്നെയാണ് എടുത്ത് എഴുതിയിരിക്കുന്നത്. സംഖ്യ തിരിച്ചെഴുതിയിട്ടുണ്ട്. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. 321 നിന്ന് 123 കുറയ്ക്കുക. ഉത്തരമായി കിട്ടിയ സംഖ്യയെ എന്ത് ചെയ്യുക? തിരിച്ചെഴുതുക. അപ്പോൾ 198 തിരിച്ചെഴുതുമ്പോൾ 891. ഇനി 2 സംഖ്യയും കൂടി കൂട്ടി നോക്കുക, 1089. അപ്പോൾ 1ൻ്റെ അവിടെ സ, 0ൻ്റെ അവിടെ മ, 8ൻ്റെ അവിടെ ദ, 9ൻ്റെ അവിടെ നം. അപ്പോൾ സമാധാനം എന്നുള്ള ഒരു വേർഡ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മറ്റേത് സംഖ്യകൾ വേണമെങ്കിലും എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലവ് എന്നും കിട്ടും, മലയാളം മീഡിയം ചെയ്ത് കഴിയുമ്പോൾ സമാധാനം എന്നുള്ള വേർഡും കിട്ടും. അപ്പോൾ ഇതിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫസ്റ്റ് എഴുതുന്നൊരു സംഖ്യ എന്ന് പറയുന്നത് അതിൽ 0 ഉണ്ടാവാൻ പാടില്ല, പിന്നെ ആവർത്തിച്ച് വരാനും പാടില്ല. ഇപ്പം ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 1, 2, 3 123 ആണ്. അപ്പോൾ അതിന് പകരം സപ്പോസ് ഇപ്പോൾ 122 എഴുതിയെങ്കിൽ അത് തെറ്റാണ്. കാരണം എന്താ? അവിടെ സംഖ്യ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 120 എന്ന് എഴുതിയെങ്കിലും എന്താണ്? അതും തെറ്റാണ്, കാരണം അതിൽ 0 വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ 0 ഇല്ലാത്തതും അതുപോലെ ആവർത്തിച്ച് വരാത്തതുമായിട്ടുള്ള സംഖ്യകൾ വേണം എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ആൻസർ ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കണ്ടേ? ഇനി ഇപ്പോൾ ഈ യൂണിറ്റിൻ്റെ ലാസ്റ്റാണ്. സോ ഇനിയും മൈനസ് എന്തെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഈ ആൻസർ എങ്ങനെ കിട്ടിയെന്ന് നോക്കാം അല്ലേ. 323 321 കുറച്ച് നോക്കാം. അപ്പോൾ 321 മൈനസ് 123. നമുക്കറിയാം, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ആദ്യത്തെ 1കളുടെ സ്ഥാനം, പിന്നെ 10കളുടെ സ്ഥാനം, പിന്നെ 100കളുടെ സ്ഥാനം. അപ്പോൾ 1ൽ നിന്ന് 3 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളപ്പോൾ ഇവിടെ നിന്ന് 10കളുടെ സ്ഥാനത്തിൻ്റെ അവിടെ നിന്ന് കടം വാങ്ങും. അപ്പോൾ ഇവിടെ 11 ആവും, ഇവിടെ ഒരു 1 ആവും. അപ്പോൾ 11ൽ നിന്ന് 3 കുറച്ചാൽ 8. ഇനി 10കളുടെ സ്ഥാനത്ത് എത്രയേ ഉള്ളൂ? ഒരു 10 ഉള്ളൂ. ഒരു 10ൽ നിന്ന് നമുക്ക് 2 10 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 100ൻ്റെ അവിടെ നിന്ന് കടം വാങ്ങും. അപ്പോൾ ഇവിടെ 2 100 അപ്പോൾ ഒരു 100 കടം വാങ്ങുക എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ കടം വാങ്ങുന്നത്. ഒരു 100 10ൻ്റെ സ്ഥാനത്തേക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 10 10കളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയുണ്ടായിരിക്കും? ഇവിടെ ഓൾറെഡി ഒരു 10 ഉണ്ട്, പ്ലസ് നമ്മൾ ഇപ്പോൾ ഒരു 100 കൂടി വാങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ എത്രയായി? 11 ഈ 11ൽ നിന്ന് 2 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടുക? 9 അല്ലേ. 10 9 കിട്ടും. ഇനി 2 100ൽ നിന്ന് ഒരു 100 പോയാൽ 198. അപ്പോൾ 198 നമുക്ക് ആൻസർ കിട്ടുക. ഇനി നമുക്കിന്ന് കൂട്ടി നോക്കാനുണ്ട്. 198 891. അപ്പോഴും ആൻസർ 1089 കിട്ടണ്ടേ. 891 പ്ലസ് 198. 1 8 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 9 9 9 കൂട്ടിയാൽ 18 അല്ലേ. 18ൻ്റെ 8 ഇവിടെ എഴുതാം, പിന്നെ ഒരു 1 ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഓൾറെഡി 1 8 കൂട്ടി 9, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് 1 കൂടി കൂട്ടുമ്പോൾ 1089. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ലോക്സ് ആൻഡ് കീസ് എന്നുള്ളതാണ്. ഇത് മലയാളം മീഡിയം ഉള്ളവർക്കും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഞാനത് അവരുടെ അങ്ങനെ സെപ്പറേറ്റ് എടുത്തിട്ടില്ല എന്നുള്ളൂ, കണ്ടാൽ മനസ്സിലാവുമല്ലോ. ലോക്സ് ആൻഡ് കീസ് ഇത് കണ്ടാൽ തന്നെ അറിയാം. നമ്മുടെ ഇതിൻ്റെ ലോക്കും അതിൻ്റെ താക്കോലും കണ്ട വേറെ വേറെ സ്ഥലത്ത്. അപ്പോൾ ഒന്ന് കണ്ടുപിടിക്കണം.
അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഈ ക്രിയകൾ, ഇതിൻ്റെ ഉള്ളിൽ തന്നിട്ടുള്ള ക്രിയകൾ ചെയ്യണം. ആദ്യം തന്നെ നമുക്കപ്പോൾ ചെയ്യുമ്പോൾ ആൻസറാണ് ഇങ്ങനെ കിട്ടുന്നത്. നമുക്കിതൊന്ന് കുറച്ച് നോക്കണ്ടേ ഇനി എങ്ങനെയൊക്കെ കിട്ടാമെന്ന്. അപ്പോൾ ഫസ്റ്റത്തെ തന്നിട്ടുണ്ട് 699 മൈനസ് 398. 699 മൈനസ് 398 അത് അവർ ഓൾറെഡി ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 301 കിട്ടും. അപ്പോൾ കണ്ട അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിച്ചു. അപ്പോൾ അതായത് ഇതിൻ്റെ ഈ ലോക്കിൻ്റെ ഇതിൻ്റെ കീ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, ഈ 301 എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതൊന്ന് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളതിൽ ഒരെണ്ണത്തിൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം. 765 മൈനസ് 499 നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 765 മൈനസ് 499. 765 മൈനസ് 499. ഇതിൽ നമുക്ക് 5 നിന്ന് 9 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് കടം വാങ്ങണം. അപ്പോൾ ഇവിടെ 15 ആവും, ഇവിടെ 5 ആയി. 15 നിന്ന് 9 കുറച്ചിട്ടുണ്ടെങ്കിൽ 6. ഇനി ഇവിടെ 5 അല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 100ൻ്റെ സ്ഥാനത്ത് നിന്ന് കടം വാങ്ങുമ്പോൾ ഇവിടെ 6 ആയി മാറും. അപ്പോൾ ഇവിടെ 10 10കളല്ല വാങ്ങുന്നത്. അപ്പോൾ എത്രയായി മാറും? മൊത്തം 15 ആയിട്ട് മാറും. അപ്പോൾ 15 നിന്ന് 9 കുറച്ചാൽ 6. ഇനി 6 100ൽ നിന്ന് 4 100 പോയാൽ 2. അപ്പോൾ എത്ര കിട്ടും? 266. അപ്പോൾ അതാണ് നമ്മളിവിടെ യോജിപ്പിച്ചേക്കുന്നത് കേട്ടോ. കണ്ടോ? ഇതിൻ്റെ ആൻസറാണ് 765 499 കുറച്ചൊക്കെ കണ്ട് 266. അപ്പോൾ ഇതിൻ്റെ താക്കോലാണ് ഇത്. ഇനി നമുക്ക് 702 208 ഒന്ന് കുറച്ച് നോക്കാം. 702 മൈനസ് 208. അപ്പോൾ ഇവിടെയും 2 8 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ കടം വാങ്ങണം. ഇവിടെ കടം വാങ്ങാനൊന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? 100ൻ്റെ അവിടെ നിന്ന് കടം വാങ്ങണം. അപ്പോൾ ഇവിടെ നമ്മൾ 6 100ആയി മാറും. ഫസ്റ്റ് തന്നെ നമ്മൾ ഇപ്പുറത്തേക്കല്ല കൊടുക്കേണ്ടത്. അപ്പോൾ എത്രയായി? ഇവിടെ 100, അതായത് 10 10കൾ വരും കേട്ടോ. അപ്പോൾ 10 ഈ 10കൾ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കടം കൊടുക്കുക. അപ്പോൾ ഇവിടെ എത്രയായി മാറും? 12ആയി മാറും. ഇവിടെ അപ്പോൾ എത്രയാവും? ഒരു 10 10കളല്ലേ വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 10ആണ് നമ്മൾ അപ്പുറത്തേക്ക് കൊടുത്തത്. ഇനി ബാക്കി എത്ര ഉണ്ടാവും? 9 കേട്ടോ. 12ൽ നിന്ന് 8 കുറച്ചിട്ടുണ്ടെങ്കിൽ 4. അതുപോലെ 9 അല്ല മുകളിലുള്ളത്. കടം കൊടുത്ത കാര്യം ഇനി 9 ഉള്ളൂ. 9ൽ നിന്ന് 0 കുറച്ചാൽ 9 തന്നെ. 6ൽ നിന്ന് 2 കുറച്ചിട്ടുണ്ടെങ്കിൽ 4. അപ്പോൾ നമുക്ക് 494 ആൻസർ കിട്ടി. അപ്പോൾ അതാണ് ഞാൻ ഈ പച്ച കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ നമുക്ക് അങ്ങനെ ഇതിൻ്റെയും ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി താഴെയുള്ളതൊരെണ്ണം ഇവിടെ ഈ ക്രിയ ചെയ്ത് കണ്ടുപിടിക്കണം. 526ൽ നിന്ന് 149 കുറയ്ക്കണം. 526 മൈനസ് 149. 526 മൈനസ് 149. ഇവിടെയും എന്താ പറയുക, 6ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കടം വാങ്ങുമ്പോൾ ഇവിടെ 16, ഇവിടെ 1. 16ൽ നിന്ന് 9 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 7 കിട്ടും. അതുപോലെ ഇവിടെ 4, ഇവിടെ നിന്ന് കടം വാങ്ങണമല്ലോ നമ്മൾ 100ൻ്റെ സ്ഥാനത്ത് നിന്ന്. അപ്പോൾ ഇവിടെ 4 ആവും, ഇവിടെ 11 ആവും. 11ൽ നിന്ന് 4 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 10 9 8 7. അപ്പോൾ 7 തന്നെ കിട്ടും. 4ൽ നിന്ന് 1 പോയാൽ 3. 377 ആൻസർ കിട്ടുക. അപ്പോൾ അതും നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇതാണ് ആൻസർ കിട്ടുന്നത് കേട്ടോ. ഇനി ഒരെണ്ണം കൂടി ഉള്ള ഏതാണ്? 689 നിന്ന് 496 കുറയ്ക്കണം. അപ്പോൾ അത് ചെയ്ത് നോക്കണം. കാരണം ബാക്കിയെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലോക്കും താക്കോലും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ വിചാരിക്കരുത്. കുട്ടികൾക്ക് എന്തായാലും അത് മൈനസ് പഠിക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് തന്നെ നോക്കണം. 689 മൈനസ് 496. 689 മൈനസ് 496. 9ൽ നിന്ന് 6 കുറച്ചിട്ടുണ്ടെങ്കിൽ 3. 8ൽ നിന്ന് നമുക്ക് 9 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് കടം വാങ്ങുമ്പോൾ ഇവിടെ 5 ആവും, ഇവിടെ 18 ആകും. 18ൽ നിന്ന് 9 കുറച്ചാൽ 9. 5ൽ നിന്ന് 4 കുറച്ച് 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 193. കണ്ടോ? അപ്പോൾ എല്ലാ ആൻസറും ആയി. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ആൻസർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക. അപ്പോൾ ഇത് കുറച്ച് തന്നെ ചെയ്ത് കണ്ടുപിടിക്കുക. ഇനി നെക്സ്റ്റ്, ഇതും മലയാളം മീഡിയം ഉള്ളവർക്ക് സെപ്പറേറ്റ് വേണ്ട, കണ്ടാൽ മനസ്സിലാവുമല്ലോ. 9 ആൻഡ് മീ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇത് 9ൻ്റെയൊക്കെ ഒരു മാജിക്ക് അങ്ങനത്തെ കണക്കുകളാണ് കേട്ടോ. നമ്മളിപ്പോൾ 990 നിന്ന് അതിനെ തന്നെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയത് കുറച്ചു. അതായത് 099 990 റിവേഴ്സ് എഴുതുമ്പോൾ 099 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 891. ഇനി അടുത്തത് 981. ഇനി അതിൻ്റെ റിവേഴ്സ് എഴുതുമ്പോൾ 189. ഇതിൻ്റെ റിവേഴ്സ് അങ്ങനെയാണല്ലോ. ഈ 990 981 തമ്മിലുള്ള ബന്ധം എന്താ?
990 ഇതൊരു 9ൻ്റെ മാജിക് 9ൻ്റെ കണക്ക് പോലെ 9ൻ്റെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് 990 9 കുറച്ചാലാണ് നമുക്ക് 981 കിട്ടുക. ആ 981 നിന്നാണ് നമ്മൾ എന്ത് കുറച്ചിരിക്കുന്നത്, അതിൻ്റെ റിവേഴ്സ് 189 കുറച്ചു. അപ്പോൾ നമുക്ക് 792 ആൻസർ കിട്ടി. ഇനി അതുപോലെ ഇതിൽ നിന്ന് 981 നിന്ന് 9 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 972. അതിന് റിവേഴ്സ് എഴുതി ആൻസർ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഈ കണക്കുകൾ മൊത്തം ചെയ്തിട്ടുള്ളത്. ഇനി ആൻസറിലുള്ള പ്രത്യേകത നോക്കാം. ഫസ്റ്റ് 8, 9, 1 ആൻസർ കിട്ടി. ഇനി താഴേക്ക് വരുന്തോറും കണ്ട ഈ റൈറ്റ് സൈഡിൽ 1, 2, 3 കണ്ട. ഇവിടുത്തെ ആൻസറൊക്കെ നോക്കി 4, 5, 6, 7, 8, 9 അങ്ങനെ പോയി. സെൻറ്ററിൽ എല്ലായിടത്തും 9 വന്നിട്ടുള്ളത്. ഇപ്പുറത്തെ ഡിജിറ്റ്സ് 8, 7, 6, പിന്നെ 5, 4, 3, 2, 1, 0. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ ആൻസർ കിട്ടുന്നതാണ് പറയുന്നത്. 1, 2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇനി അടുത്തത് ഫൈൻഡ് ഔട്ട് ദി പെക്യുലാരിറ്റി. ഇനി ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനത്തെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും കണ്ട, ഇതും 9ൻ്റെ വേറൊരു ടൈപ്പാണ്. 994 നിന്ന് 994 നിന്നാണ് എല്ലാം കുറച്ചിട്ടുള്ളത്. കണ്ട, 994 നിന്ന് 90 കുറച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 904 കിട്ടും. ഇനി 994 നിന്ന് 180 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90ൻ്റെ തന്നെ, ഇപ്പോൾ 90ൻ്റെ തന്നെ ഇരട്ടിയാണ് 180 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ 9ൻ്റെ ഒരു ബന്ധമുണ്ടല്ലോ. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ 814. പിന്നെ 994 മൈനസ് 270. ഈ 270 27 9ൻ്റെ ഗുണന പട്ടികയിൽ വരുന്നത് തന്നെയാണ്. അങ്ങനെ തുടർച്ചയായിട്ട് വരുന്ന സംഖ്യകളാണ് ഇതൊക്കെയും 9ൻ്റെ ഗുണന പട്ടികയിൽ. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ 724. അങ്ങനെ 9ൻ്റെ ഗുണന പട്ടികയിൽ ഇപ്പോൾ 9, 9, 9, 18, 3, 9, 7, 4, 9, 36 അങ്ങനെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ 90, പിന്നെ 9, 8, 7, 6, 5, 4, 3 അങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് 1, 2, 3, 4, 5 കൂടി വന്നിട്ടുണ്ട്. അങ്ങനെയും നോക്കാം. എന്നിട്ട് ഇവിടെ കിട്ടുന്ന ആൻസറുകളുടെ പ്രത്യേകത നോക്കി. ഇവിടെ റൈറ്റ് സൈഡിൽ മൊത്തം 4 ആയിരിക്കും. ഇപ്പുറത്ത് 0, 1, 2, 3, 4, 5 അങ്ങനെ കൂടി വരും. ഇവിടെ നേരെ റിവേഴ്സ് ഓർഡറിൽ കണ്ട 9, 8, 7, 6, 5. ഇനി അതുപോലെ തന്നെയാണ് ഇപ്പുറത്തും വന്നിട്ടുള്ളത്. ഇതിപ്പോൾ 994 നിന്നാണ് നമ്മൾ ഈ സംഖ്യ കുറച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ 4 വന്നു. ആൻസറിൻ്റെ റൈറ്റിലൊക്കെ 4. അതുപോലെ ഇവിടെ 993 നിന്നാണ് ഈ പറഞ്ഞ 90, 180 കുറച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ട, ആൻസറിൻ്റെ ഇവിടെയൊക്കെ 993ൻ്റെ ആ 3 വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 9, 8, 7, 6, 5 കണ്ട. അപ്പോൾ അത് ഏത് 993 നിന്ന് കുറച്ചപ്പോഴും ഇതൊക്കെ കുറച്ചപ്പോഴും കണ്ട ഒരു പാറ്റേൺ ഉണ്ട് അതിന്. അപ്പോൾ അതുപോലത്തെ ഒരെണ്ണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ 992 എടുത്തു. ഇനി എന്നിട്ട് അതിന് 90, 180, 270 ഇങ്ങനെ കുറച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ കണ്ട 902. പിന്നെ കണ്ട 992 നിന്നാണ് ഇതൊക്കെ കുറച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അറ്റത്തൊക്കെ 2 അല്ല. അപ്പോൾ ആൻസറിൽ ഇങ്ങനെ 2ൻ്റെ ഒരു മാജിക്കിന് 2 കിട്ടിയിട്ടുണ്ട്. സെൻറ്ററിൽ 0, 1, 2, 3 അങ്ങനെ 2, 8. പിന്നെ ഇപ്പുറത്ത് 9, 8, 7, 6, 5. അപ്പോൾ ആൻസർ അങ്ങനെ എളുപ്പത്തിൽ തന്നെ. ഇനി വേറെ ഏത് സംഖ്യ എടുത്തപ്പോൾ 991 അല്ലെങ്കിൽ 996 അങ്ങനെയൊക്കെ എടുത്ത് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോഴും ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ 1, 2 കണക്കുകളും കൂടിയും കൂടുതൽ കണ്ടെത്തി ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.